ഹായ്, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കണ്ടീഷൻസ് ആണ്. ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് പല കണ്ടീഷൻസ് എഴുതാൻ പറ്റും. അങ്ങനെ കണ്ടീഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഇഫ് കണ്ടീഷൻസ്, ദെൻ ദർ ഈസ് സ്വിച്ച് കണ്ടീഷൻസും ഉണ്ട്. സോ നമുക്ക് ആദ്യം ഇഫ് കണ്ടീഷൻസ് നോക്കാം. ഇഫ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പോൾ ആയാൽ ഇങ്ങനെ അതല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻസ് എഴുതാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ കോൺസ്റ്റ് നെയിം അസൈൻ ബിഡ്ജിയോൺ എന്ന് ഇട്ടു. സോ എനിക്കിവിടെ ഇഫ് കണ്ടീഷൻ എഴുതാം. നെയിം ഈ 3 അസൈൻ ആണെങ്കിൽ അതിന് ത്രിബിൾ ഈക്വൽ ടു എന്നാണ് പറയുക. അതായത് സ്ട്രിക്ട്ലി അഗ്രി എന്നൊക്കെ പറയില്ല. അതായത് ഇതിൻ്റെ ടൈപ്പും സെയിം ആവണം, വാല്യൂം സെയിം ആവുകയാണെങ്കിൽ മാത്രം ഇത് കണ്ടീഷൻ അക്സെപ്റ്റ് ആവുള്ളൂ. അതായത് കണ്ടീഷൻ ഓക്കെ ട്രൂ ആവുള്ളൂ. സോ ഇപ്പോൾ ഇവിടെ ഞാൻ ഷുവൈബ് എന്ന് ഇട്ടു. ഇപ്പോൾ ഇത് കണ്ടീഷൻ ഫോൾസ് ആണ്. ഞാനിതിൽ അലേർട്ട് ഹൈ ദിസ് ഈസ് ഷുവൈബ്. എൽസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അലേർട്ട് ഇറ്റ്സ് നോട്ട് ഷുവൈബ്, ഇറ്റ്സ് ബിർജിയോൺ എന്നിട്ടു. സോ ഇറ്റ്സ് നോട്ട് ഷുവൈബ് എന്ന് വന്നു. സോ നമുക്കിവിടെ ഇത് നെയിം എന്നുള്ളത് ഷുവൈബ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് നേരെ എൽസിലോട്ട് പോയി. ഇനി നമ്മളിവിടെ ബിർജിയോൺ ഡയറക്റ്റ് ഇടുകയാണെങ്കിൽ കണ്ടീഷൻസ് ട്രൂ ആവും. അതായത് കണ്ടീഷൻ ശരിയാണ്, പിന്നെ വാല്യൂ ഈക്വൽ ആണ്, അതേപോലെ ടൈപ്പും ഈക്വൽ ആണ്. സോ ബിർജിയോൺ ഹേ ദിസ് ഷുവൈബ് എന്ന് വന്നിട്ടുണ്ട്. സോ കണ്ടീഷൻ ട്രൂ ആയി. സോ നമുക്കിപ്പോൾ ഞാനിവിടെ നമ്പർ എന്തെങ്കിലും കൊടുക്കാം. നമുക്കൊരു നമ്പർ എക്സാമ്പിൾ എ അസൈൻ 10 എന്ന് ഇട്ടു. 10 എന്നിട്ട് ഇഫ് കണ്ടീഷനിൽ ഇഫ് എ അസൈൻ 10 ആണെങ്കിൽ ഹേ എന്നിടാം. എൽസിൽ നമുക്ക് എറർ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാം. സോ ഹേ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് സ്ട്രിങ് ആക്കിയാൽ, ഇപ്പോൾ 2 കോഡ്സ് ഇട്ടാൽ നമുക്കറിയാം അത് സ്ട്രിങ് ആണെന്നില്ല. സോ ഇനിയിപ്പോൾ ഇത് എററാണ് വന്നത്. ഇനി ഞാനിതിൽ ഒരു ഈക്വൽ ടു, അതായത് ഒരു അസൈൻ ചിഹ്നം ഒഴിവാക്കിയാൽ ഇതിപ്പോൾ എന്തേ ചെക്ക് ചെയ്യുള്ളൂ, വാല്യൂ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ, അതിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്യില്ല. സോ ഈ കേസിൽ ഇത് ഹേ അത് ട്രൂ ആയി. സോ ഇതാണ് ഡബിൾ ഈക്വൽ ടും ത്രിബിൾ ഈക്വൽ ടും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇതാണ് ഇഫ് കണ്ടീഷൻ. ഇഫ് കണ്ടീഷനിൽ ഒരു ഇഫ് ഇട്ടിട്ട് ഒരു ബ്രാക്കറ്റ് പിന്നെ 2 കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് അതാണ് ഇഫ് മാത്രം വേണമല്ലോ. ഇത് എൽസ് വേണമെന്നില്ല. ഇഫ് എന്നുള്ളത് മാത്രമാണെങ്കിൽ അത് സക്സസ് ആയാലും ഇഫിലേക്ക് വരും. ഇഫ് എൽസ് വേണമെന്നില്ല, എൽസ് ഇല്ലാതെ തന്നെ ഇഫ് മാത്രം വേണമെങ്കിലും എഴുതാൻ പറ്റും. അങ്ങനെ ഉള്ള കേസിൽ അത് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം ആ ബ്ലോക്കിൻ്റെ ഉള്ളിലോട്ട് വരും, അതായത് കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് വരും. ഇനി നമുക്ക് എൽസ് ഇഫ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇനി അസൈൻ 20 ആണെങ്കിൽ നമുക്ക് എൽസ് ഇഫിൽ വരണം. അപ്പോൾ console.log ഇറ്റ്സ് 20. സോ ഈ കേസിൽ നമുക്ക് ഇവിടെ 20 ആക്കാം. സി ഇറ്റ്സ് 20 വന്നിട്ടുണ്ട്. സോ ഒന്നുമല്ലാത്ത കേസിലാണ് നമ്മളിവിടെ console.log എറർ എന്ന് ടൈപ്പ് ചെയ്യാം. സോ ഇറ്റ്സ് 20 ആണ്. സോ നമ്മളിവിടെ 30 കൊടുത്താലൊക്കെ ഈ കണ്ടീഷൻ ഒന്നും അക്സെപ്റ്റ് ആവാതെ നേരെ എറേഴ്സിലേക്ക് പോകും, ലാസ്റ്റ് ക്യാച്ചിലോട്ട് പോകും. ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് ഇഫ് കണ്ടീഷൻസ്. സോ ഇഫ് കണ്ടീഷൻസ് നോർമലി നമുക്ക് കണ്ടീഷൻസ് എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാണ്ടെങ്കിലാണ് നമ്മൾ ഇഫ് കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത്. ഇഫ് കണ്ടീഷനിൽ ഇനി വേണമെങ്കിൽ എൽസ് ഇഫ് എഴുതാം കേട്ടോ. ഇനിയിപ്പോൾ ഇതല്ല, ഇനി വേറെ വല്ല വാല്യൂസ് വേണമെങ്കിലും അങ്ങനെ എഴുതാം. നമുക്ക് കണ്ടീഷൻസ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ എ അസൈന്ന് മാത്രമല്ല, വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ബൂളിയൻ കൊടുക്കാം, ഇപ്പോൾ ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അസൈൻ ചെയ്യാം. അങ്ങനെ കുറേ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇഫ് കണ്ടീഷൻ. സോ നെക്സ്റ്റ് നമുക്ക് സ്വിച്ച് നോക്കാം. സ്വിച്ച് ഇത് കമൻറ്റ് ചെയ്യാം. സോ സ്വിച്ചിൻ്റെ കേസിൽ സെയിം പ്രോബ്ലം നമുക്ക് എടുക്കാം. കോൺസ്റ്റ് എ അസൈൻ 20 എന്ന് എടുത്തു. സ്വിച്ചിൻ്റെ കേസിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വിച്ച് എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ്. സ്വിച്ച് നമ്മൾക്ക് എന്താ വാല്യൂ പാസ് ചെയ്യേണ്ടത്, എയുടെ വാല്യൂൻ്റെ ഇതാണ് നമുക്ക് നോക്കേണ്ടത്. എയിൽ എന്ത് വാല്യൂ ആണ് വരുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഫസ്റ്റ് ഇതിലെല്ലാത്തിലും നമുക്ക് മാച്ച് ചെയ്യേണ്ട വാല്യൂ ഒക്കെ കേസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ കേസ് ഇത് 20 ആണെങ്കിൽ ഫുൾ കോളൻ ഇട്ടിട്ട് console.log it's 20.
എന്നിട്ട് എല്ലാ കേസിലും നമ്മൾ ബ്രേക്ക് ചെയ്യണം, അതായത് അവിടെ ഡ്രോപ്പ് ചെയ്യണം. അതായത് അത് ഓക്കെ ആണെങ്കിൽ പിന്നെ അടുത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ വെച്ചിട്ട് നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. സോ നെക്സ്റ്റ് കേസ് 30. സോ നമുക്കിവിടെ console.log it's 30 എന്ന് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് അത് ബ്രേക്ക് ചെയ്യണം. ഒരു കേസും കൂടെ നമുക്ക് കൊടുക്കാം, 40 കൊടുക്കാം. console.log it's 40 എന്നിട്ട് ബ്രേക്ക് ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡിഫോൾട്ട്. അതായത് നമ്മുടെ ഇഫ് കണ്ടീഷൻസിൽ എൽസ് ഉണ്ടല്ലോ, എൽസ് പോലെ തന്നെ ഇതിലുള്ളതാണ് ഡിഫോൾട്ട്. ഡിഫോൾട്ടിൽ വന്നാൽ ഇതിലൊന്നും കറക്റ്റ് ആയില്ലെങ്കിൽ ഡിഫോൾട്ടിൽ വരും. ഡിഫോൾട്ടിൽ നമുക്ക് console.log എറർ പ്രിൻറ്റ് ചെയ്യാം, എന്നിട്ട് ബ്രേക്ക് ചെയ്യാം. സോ ഇതാണ് നോർമലി എ സ്വിച്ച് കണ്ടീഷൻ. സോ ഇറ്റ്സ് 20 ആണ് വന്നത്. നമ്മളിപ്പോൾ ഇവിടെ 30 ആക്കി കൊടുത്താൽ ഇറ്റ് വിൽ ബി 30. ഒന്നുമല്ലാത്തൊരു നമ്പർ കൊടുക്കാം, 80 കൊടുത്താൽ. സോ ഇറ്റ് വിൽ ബി എറർ, ഡിഫോൾട്ടിലേക്ക് പോകും. സോ ഇതാണ് സ്വിച്ച് കണ്ടീഷൻസ് ആൻഡ് എൽസ് കണ്ടീഷൻ. സോ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ കൊടുക്കാൻ പറ്റും, നമുക്ക് ഏത് കേസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. സോ നമുക്കിപ്പോൾ കുറേ ഇഫ് കണ്ടീഷൻസും എൽസും വരികയാണെങ്കിൽ അത് സ്വിച്ചിലോട്ട് മാറ്റാണ് കുറച്ചും കൂടെ നല്ലത്. ഇത് ക്ലീൻ ആൻഡ് നീറ്റ് കോഡാവും സ്വിച്ചിൽ. പക്ഷേ ഇഫ് കണ്ടീഷനിൽ കുറച്ച് ഇഫ് എൽസ് ഇഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ബ്രാക്കറ്റിലൊക്കെ ഇട്ട്, അപ്പോൾ അത് കുറച്ചും കൂടെ ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും രണ്ട് കോഡും കാണുമ്പോൾ. സോറി, സോ രണ്ട് കോഡും കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് ഏതാണ് നീറ്റ്. നോക്കുമ്പോൾ ഇതാണ് നീറ്റ്, സ്വിച്ച് കണ്ടീഷനാണ് കുറച്ചുകൂടെ നീറ്റ്. അപ്പോൾ എൽസിഫ് കുറേ വരികയാണെങ്കിൽ അത് സ്വിച്ച് കണ്ടീഷനിലോട്ട് മാറ്റുക. സ്വിച്ച് കണ്ടീഷനാണ് കുറച്ചും കൂടെ ബെറ്റർ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ടെർണറി ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ടെർണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇഫ് കണ്ടീഷൻസ് കുറച്ചും കൂടെ ഷോർട്ട് ടേൺ ആയിട്ട് എഴുതുന്ന ഒരു മെത്തേഡാണ് ടെർണറി ഓപ്പറേറ്റേഴ്സ്. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം, അത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. സോ നമ്മളിപ്പോൾ നോർമലി ഒരു ഇഫ് കണ്ടീഷൻ ഇടുകയാണെങ്കിൽ ഞാനൊരു കോൺസ്റ്റ് എ അസൈൻ 10 എന്നിട്ട് ഇഫ് എ 10 ആണെങ്കിൽ എന്ന് എഴുതും. അവിടെ console.log it's 10, സ്ട്രിങ്ങിൽ it's 10. ഇനിയിപ്പോൾ എൽസ് ആണെങ്കിൽ എൽസ് ഇഫ് എ അസൈൻ 20 ആണെങ്കിൽ നമ്മൾ console.log it's 20 എന്ന് എഴുതും. ഇങ്ങനെ കണ്ടീഷൻസ് അതിനുള്ള കോഡ് നേരത്തെ ഒന്നുമില്ലാത്ത ഇതിലാണെങ്കിൽ console.log എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യും. സോ ഈ ഒരു ഫങ്ഷന് നമ്മൾ ടെർണറി ഓപ്പറേറ്റേഴ്സിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരിക, എ അസൈൻ 10 ആണെങ്കിൽ എന്നുള്ളതിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ console.log it's 10 എൽസ് എഴുതിയിട്ട് എ അസൈൻ എ ഈക്വൽ ടു 20 ആണെങ്കിൽ നെക്സ്റ്റ് വീണ്ടും ഇത് എഴുതും. ഫുൾ കോൾ എന്ന് പറയുന്നത് എൽസിനാണ്, എന്നിട്ട് ഇവിടെ എൽസിഫ് ആയിപ്പോൾ, എന്നിട്ട് console.log it's 20. ഇനി ഡയറക്റ്റ് എൽസ്, ലാസ്റ്റ് എൽസില്ലേ അതിൽ console.log എറർ. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്കൊരു ഇഫ് കണ്ടീഷനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഫുൾ കോളം വെച്ചിട്ട് നമുക്ക് ഇഫ് കണ്ടീഷൻ എഴുതാൻ പറ്റും. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ എ ഈസ് നോട്ട് ഡിഫൈൻഡ്. ആക്ച്വലി ഞാനത് കമൻറ്റ് ചെയ്തായിരുന്നു. സോ ഇറ്റ്സ് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇത്രക്കും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി വേറെ ഒന്നുള്ളത്, ചില കണ്ടീഷൻസിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ ഉണ്ടാകാറുണ്ട്, ബി അസൈൻ 20 ആണെങ്കിൽ മാത്രം അത് വർക്കാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ബി എന്നിട്ടാൽ ആ കണ്ടീഷൻ വർക്കാവും. സോ ഇറ്റ്സ് 10 വന്നിട്ടുണ്ട്. സോ ഈ ഒരു സിൻടാക്സ് നമുക്ക് ഇതിലെങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. സോ സെയിം രീതിയിൽ എ അസൈൻ ബി 20 എന്ന് കൊടുക്കാൻ പറ്റും. ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. ലെറ്റ് ബി 20.
സോ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ആൻഡ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഓറും യൂസ് ചെയ്യാം. ഇത് ഈ ഒരു സിൻറ്റാക്സിനാണ് ഓർ ആക്കുന്നത്. അപ്പോൾ ആൻഡ് ഓർ എന്നുള്ളതിൽ ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും കറക്റ്റായ മാത്രം ആ കണ്ടീഷൻ റെഡി ആവുള്ളൂ. ഓർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ റെഡി ആയാൽ മതി. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും 2 കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് റെഡി ആയാൽ ഓർ വർക്കാവും. ഇതിൽ രണ്ടും റെഡി ആയാലേ ആൻഡ് വർക്കാവുള്ളൂ. സെയിം രീതിയിൽ നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇവിടെ ഓർ ഇടാം, C30 എന്ന് പറഞ്ഞിട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് കുറച്ചും കൂടെ എളുപ്പം. നമുക്ക് വലിയ കോഡൊക്കെ ഉണ്ടെങ്കിൽ റീഡ് ചെയ്യാനും പെട്ടെന്ന് ഉണ്ടാവും. സോ അതാണ് കണ്ടീഷൻസ്. ദാറ്റ്സ് ഓൾ അബൌട്ട് കണ്ടീഷൻസ്.